ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജി രണ്ടാമത്തെ ചാപ്റ്റർ പാത്ത് ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തിൻ്റെ വഴികൾ എന്ന പാഠഭാഗമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം 10ാം ക്ലാസ്സിലും പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു എവല്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് വന്നിരുന്നത്. ഇപ്പം എന്തായി, സെക്കൻഡ് ചാപ്റ്റർ ആയില്ലേ, ഫസ്റ്റ് പാർട്ടിൽ തന്നെ വന്നു. കൂടാതെ ഇതിൽ എവല്യൂഷൻ മാത്രമല്ല പഠിക്കാനുള്ളത്, നമുക്ക് നെർവസ് സിസ്റ്റം പഠിക്കാനുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ചാപ്റ്ററാണ്. അതായത് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ഫസ്റ്റ് ചാപ്റ്ററും പിന്നെ ലാസ്റ്റ് ചാപ്റ്ററും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു കേസ് സ്റ്റഡിയാണ് കേട്ടോ. എ യങ് മാൻ ഹു വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ വിത്ത് സിവിയർ കഫ് ആൻഡ് phlegm was diagnosed tuberculosis by the doctor after testing his chest x-ray and lung fluid. അതായത് ഒരു യങ് മാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. അയാൾക്ക് നല്ല ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തു, ലങ് ഫ്ലൂയിഡ് എടുത്തു. ഇതൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തിന് എന്തുണ്ട്, ട്യൂബർകുലോസിസ്, അതായത് TB അല്ലെങ്കിൽ ക്ഷയമുണ്ടെന്ന് പറഞ്ഞു. ഹി വാസ് ഗിവൺ several antibiotics for 6 weeks and further a specific antibiotics for 33 weeks. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യാണ്, ഒരു 6 വീക്സിലേക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു. അതിനുശേഷം ഒരു 33 ആഴ്ച അതിന് വേണ്ടിയിട്ട് വേറെ സ്പെസിഫിക് ആൻറ്റിബയോട്ടിക്സും കൊടുത്തു. 10 months after the beginning of treatment, a culture of the lung fluid and a chest x-ray were performed to confirm that the tuberculosis was cured and the treatment was completed. അതിനുശേഷം എന്താണ്, 10 മാസം കഴിഞ്ഞിട്ട് എന്താണ് ആ ലങ് ഫ്ലൂയിഡും ചെസ്റ്റിൻ്റെ എക്സ്റേ ഒന്നുകൂടെ എടുത്തു. എന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി എന്താണ്, അസുഖം മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ട്രീറ്റ്മെൻറ്റും കംപ്ലീറ്റ് ആയി. 2 months later, the young man was given again admitted to hospital with the same symptom. എന്നാൽ 2 മാസം കഴിഞ്ഞപ്പോൾ ഇതേ ആൾ വീണ്ടും എന്താണ്, ഈ സെയിം സിംറ്റം കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. Despite having treated with various antibiotics as done previously, he died due to breathing difficulty after 10 days. അപ്പോൾ നേരത്തെ കൊടുത്ത പോലെ എന്ത് കൊടുത്തു, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷേ 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്താണ്, അദ്ദേഹം ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാരണം മരണപ്പെടുക ചെയ്തത് കേട്ടോ. ഫർദർ എക്സാമിനേഷൻ റിവീൽ ദാറ്റ് ദ ഡിസീസ് ഗോട്ട് റിലാക്സ്ഡ് ആസ് ദ ട്യൂബർകുലോസിസ് ബാക്ടീരിയ വർ ആക്ടിവേറ്റഡ് അഗെയിൻ. പിന്നീട് എന്താണ്, എക്സാമിൻ ചെയ്തപ്പോൾ മനസ്സിലായത് എന്താണ്, ആ ബാക്ടീരിയ വീണ്ടും എന്താണ്, ട്യൂബർകുലോസിന് കാരണമായ ബാക്ടീരിയ വീണ്ടും എന്താണ് ആക്ടിവേറ്റഡ് ആയെന്നാണ് പറയുന്നത്. To find out where these antibiotic resistant bacteria came from, DNA of these bacteria was compared with the DNA of tuberculosis bacteria that had been collected and stored from the same patient. അപ്പോൾ എവിടെ നിന്നാണ് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്ന ബാക്ടീരിയ ഉണ്ടല്ലോ അതിൻ്റെ DNA നേരത്തെ ആ പേഷ്യൻറ്റിൽ ട്യൂബർകുലോസിന് കാരണമായ DNA ആയിട്ട് അത് നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തു. It was found that a mutation in a specific gene made the bacteria resistant to antibiotics. അപ്പോൾ മനസ്സിലായി അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയ്ക്കുണ്ടായ മ്യൂട്ടേഷനാണ്, അതായത് സ്പെസിഫിക് ജീനിലുണ്ടായ മ്യൂട്ടേഷനാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞു. The mutated bacteria multiplied even in the presence of antibiotics and caused disease. അതായത് ഈ മ്യൂട്ടേറ്റഡ് ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രസൻസിൽ എന്താണ്, മൾട്ടിപ്ലൈ ചെയ്യും, അങ്ങനെ രോഗത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു അസുഖം വരികയാണ്, നമ്മൾ ആൻറ്റിബയോട്ടിക് എടുത്തു അല്ലേ, ആ ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ എന്താണ്, ആ ബാക്ടീരിയ നശിച്ചു പോകും. എന്നാൽ പിന്നീട് സെയിം അസുഖം വരികയാണ്, നമ്മൾ സെയിം ആൻറ്റിബയോട്ടിക് എടുക്കുകയാണെങ്കിൽ ആ ബാക്ടീരിയയ്ക്ക് എന്താണ്, ആ ആൻറ്റിബയോട്ടിക്കിനെതിരായൊരു പ്രതിരോധം, റെസിസ്റ്റൻസ് നേടിയിട്ടുണ്ടാവും. അതായത് ജീവിച്ചു പോകണ്ടേ, നമ്മുടെ പോലെ തന്നെ അവരും എന്താണ് അതിനെതിരെയുള്ള പ്രതിരോധമൊക്കെ നേടിയെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സെയിം മെഡിസിൻ കഴിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 1966 എന്താണ് ഉണ്ടായൊരു സ്റ്റോറിനെ കുറിച്ചാണ് നമ്മളൊരു കേസ് സ്റ്റഡി നമ്മൾ വായിച്ചത്. ഇനി അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് വാസ് ദ ട്രീറ്റ്മെൻറ്റ് ഗിവൺ ഇനീഷ്യലി ടു ക്യൂർ ദ ഡിസീസ്? വാട്ട് വാസ് ഇറ്റ്സ് റിസൾട്ട്? അതായത് ഇനീഷ്യലി ആ ഡിസീസിന് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് നൽകിയത്, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? നമ്മൾ നൽകിയ ട്രീറ്റ്മെൻറ്റ് എന്താണ്, ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു അല്ലേ. ആദ്യം എന്താണ് ഒരു 6 വീക്സ്, അതിനുശേഷം 33 വീക്സ് അതിനുള്ള ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു. അതിൻ്റെ റിസൾട്ട് എന്താണ്, രോഗം ക്യൂറായി അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. He was given several antibiotics for 6 weeks and further a specific antibiotics for 33 weeks. The tuberculosis was cured. അതായത്
ആ പേഷ്യൻ്റ് എന്താണ് 6 വീക്സിലേക്ക് സെവറൽ ആൻറ്റിബയോട്ടിക്സ് നൽകി. അതിനുശേഷം സ്പെസിഫിക് ആൻറ്റിബയോട്ടിക്സ് 33 വീക്സിലേക്ക് നൽകി. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ദ ട്യൂബർകുലോസിസ് വാസ് ക്യൂർഡ്. രോഗം ഭേദമായി. രണ്ടാമത്തെ ചോദ്യം, വൈ ഡിഡിൻറ്റ് ദ ഡിസീസ് ഗെറ്റ് ക്യൂർഡ് ഈവൻ ആഫ്റ്റർ ഗിവിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദ സെക്കൻഡ് ടൈം? നമ്മൾ ഫസ്റ്റ് ടൈമിൽ എന്ത് ട്രീറ്റ്മെൻ്റ് ആണോ നൽകിയത് അതേ സാധനം തന്നെ നമ്മൾ സെക്കൻഡ് ടൈമിൽ നൽകിയില്ലേ, എന്നാൽ രോഗം ഭേദമായോ? ഡിസീസ് ക്യൂർ ആയില്ല. അതിന് കാരണം എന്താ നമുക്ക് നോക്കാം. എന്താണ്? ആ ബാക്ടീരിയക്ക് എന്ത് കിട്ടി? മ്യൂട്ടേഷൻ സംഭവിച്ചതുകൊണ്ട് റെസിസ്റ്റൻസ് അല്ലെ, പ്രതിരോധ ശേഷി കിട്ടി. അതുകൊണ്ട് തന്നെ രോഗം ഭേദമായില്ല. അപ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതാം. എ മ്യൂട്ടേഷൻ ഇൻ എ സ്പെസിഫിക് ജീൻ മേഡ് ദ ബാക്ടീരിയ റെസിസ്റ്റൻറ്റ് ടു ആൻറ്റിബയോട്ടിക്സ്. അതായത് സ്പെസിഫിക് ജീനിലുണ്ടായ മ്യൂട്ടേഷൻ ആ ബാക്ടീരിയക്ക് എന്ത് കിട്ടി? ആൻറ്റിബയോട്ടിക്സിനെതിരായ റെസിസ്റ്റൻസ് കൊടുക്കുക ചെയ്തത്. ദ മ്യൂട്ടേറ്റഡ് ബാക്ടീരിയ മൾട്ടിപ്ലൈഡ് ഇവൻ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആൻഡ് കോസ് ദ ഡിസീസ്. ആ മ്യൂട്ടേറ്റഡ് ബാക്ടീരിയയ്ക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രസൻസിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതുമൂലം എന്താണ്? രോഗവും ഉണ്ടാക്കാൻ സാധിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ട്യൂബർകുലോസിസ് ബാക്ടീരിയ അക്വയർ റെസിസ്റ്റൻറ്റ് ടു ആൻറ്റിബയോട്ടിക്സ്? എങ്ങനെയാണ് ആ ട്യൂബർകുലോസിസ് ബാക്ടീരിയയ്ക്ക് ആൻറ്റിബയോട്ടിക്സിനെതിരായ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധശേഷി കിട്ടിയത്? നമ്മൾ പറഞ്ഞു അല്ലേ, അതിനെന്ത് സംഭവിച്ചു? മ്യൂട്ടേഷൻ സംഭവിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ത്രൂ മ്യൂട്ടേഷൻ ഇൻ എ സ്പെസിഫിക് ജീൻ. സ്പെസിഫിക് ജീനിലുണ്ടായ മ്യൂട്ടേഷൻ വഴിയാണ് ആ ബാക്ടീരിയയ്ക്ക് ട്യൂബർകുലോസിസിനെതിരായ റെസിസ്റ്റൻസ് കിട്ടിയത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ദിസ് ബാക്ടീരിയ ട്രാൻസ്മിറ്റ് ദിസ് എബിലിറ്റി ടു ദെയർ നെക്സ്റ്റ് ജനറേഷൻ? അതായത് ഈ ബാക്ടീരിയ ഇതിന് കിട്ടിയ ഈ എബിലിറ്റി ഇല്ലേ അടുത്ത ജനറേഷനിലേക്കും കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ ബാക്ടീരിയ വീണ്ടും എന്താണ്? റെസിസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. ഈ രോഗം എങ്ങനെയൊക്കെ ബാധിച്ചാലും ഈ ആൻറ്റിബയോട്ടിക്സിനെതിരെ അതിനെന്ത് കിട്ടും? റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ ന്യൂ ജനറേഷൻ ബാക്ടീരിയ വിൽ ബി ഡിസീസ് റെസിസ്റ്റൻറ്റ്. അതായത് പുതിയ ജനറേഷൻ ഉണ്ടാകുന്ന ബാക്ടീരിയ എന്താണ്? ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഒരു പേപ്പർ കട്ടിങ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എ ഗ്രോയിങ് ഗ്ലോബൽ ഹെൽത്ത് ഇഷ്യൂ. അതായത് മൈക്രോബ്സിനെതിരായ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, അതായത് ആൻറ്റിബയോട്ടിക്സിനെതിരായ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇന്ന് വളർന്നു വരുന്ന ഒരു ഗ്ലോബൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഡോക്ടർ, പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണൽസ് ആൻഡ് സയൻറ്റിസ്റ്റ് വാണ്ട് ദാറ്റ് സം ഓഫ് ദ മോസ്റ്റ് ട്രസ്റ്റഡ് ആൻറ്റിബയോട്ടിക്സ് കറൻ്റ്ലി യൂസ്ഡ് ആർ ഇൻഎഫക്റ്റീവ് അഗെയിൻസ്റ്റ് ബാക്ടീരിയ കോൾഡ് സൂപ്പർ ബഗ്സ്. അതായത് കറൻ്റ്ലി യൂസ് ചെയ്യുന്ന വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് പോലും സൂപ്പർ ബഗ് പോലുള്ള ബാക്ടീരിയയിൽ ഇൻഎഫക്റ്റീവാണ്, ഒരു എഫക്റ്റീവും അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ബാക്ടീരിയ അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് തിയറീസാണ്. ഇനി നമുക്ക് ആ തിയറീസ് നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എവല്യൂഷനുമായി ബന്ധപ്പെട്ട തിയറീസാണ്. മെയിനായിട്ടും 2 തിയറീസാണ് നമുക്കൊക്കെ പഠിക്കാനുള്ളൂ. ആദ്യത്തേത് ലാമാർക്കിസം, രണ്ടാമത്തെ ഡാർവിനിസം. രണ്ടിൻ്റെയും സയൻറ്റിസ്റ്റിൻ്റെ പേര് പഠിക്കണം കേട്ടോ. ലാമാർക്കിസം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട സയൻറ്റിസ്റ്റാണ് ലാമാർക്ക്. അതുപോലെ ഡാർവിനിസം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട സയൻറ്റിസ്റ്റാണ് ആര്? ഡാർവിൻ. അപ്പോൾ നമുക്ക് ആദ്യം ലാമാർക്കിസം നോക്കാം. ഈ ലാമാർക്കിസം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ ഇത് കൊണ്ടുവന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. അപ്പോൾ ലാമാർക്കിസം അല്ലെങ്കിൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന സയൻറ്റിസ്റ്റാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. അപ്പോൾ ആ ലാമാർക്കിസം എന്നുള്ള പേരിൽ തന്നെ ഉണ്ട് ലാമാർക്ക് അല്ലേ. അപ്പോൾ നമുക്കത് എളുപ്പമായിരിക്കും. അപ്പോൾ എക്സാം ചിലപ്പോൾ അങ്ങനെ ചോദിക്കില്ല. തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ലാമാർക്കാണ്. അപ്പോൾ അക്വയർഡ് ക്യാരക്ടർ എന്ന് കേൾക്കുമ്പോഴും ലാമാർക്കിസം എന്ന് കേൾക്കുമ്പോഴും നമുക്ക് ഓർമ്മ വരേണ്ട സയൻറ്റിസ്റ്റാണ് ആര്? ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് വാസ് ദ ഫ്രഞ്ച് ബയോളജിസ്റ്റ് who initiated early discussions related to biological evolution. ബയോളജിക്കൽ എവല്യൂഷനുമായി ബന്ധപ്പെട്ട ഏർലി ഡിസ്കഷൻസ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ആര്? ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ഹിസ് ഐഡിയാസ് ആർ നോൺ ആസ് ലാമാർക്കിസം. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ലാമാർക്കിസം. ഇനി ജിറാഫിൻ്റെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ജിറാഫ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട ആളാണ് ആര്? ലാമാർക്കിസം. അപ്പോൾ ജിറാഫ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആരെ ഓർമ്മ വരണം? ലാമാർക്കിനെ ഓർമ്മ വരണം. ജിറാഫ്സ് വിത്ത് ഷോർട്ട് നെക്സ് ദാറ്റ് ഫീഡ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലത്തെ ജിറാഫിന് ഷോർട്ട് നെക്കാണെന്നാണ് പറഞ്ഞത്. കാരണം അവരെന്താണ് മാനിനെ പോലെയൊക്കെ സാധാരണ ഗ്രൗണ്ടിലാണ് എന്ത് ചെയ്തത്? ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ദ ജിറാഫ്സ് നെക്ക് ഇലോങ്ങേറ്റ്സ് ആസ് ഇറ്റ് സ്ട്രെച്ചസ് ഇറ്റ്സ് നെക്ക് ടു റീച്ച് ഫോർ ലീവ്സ് ഫ്രം ഹയർ ബ്രാഞ്ചസ് ഡ്യൂ ടു ഫുഡ് സ്കേഴ്സിറ്റി. അങ്ങനെ ഇരിക്കാൻ നേരത്തെ ഫുഡ് സ്കേഴ്സിറ്റി നേരിടുകയാണ്, ഭക്ഷ്യ ദൗർലഭ്യം നേരിടുകയാണ്.
അപ്പോൾ താഴെ ഒന്നും ഫുഡില്ല അല്ലേ. അപ്പോൾ ജിറാഫ് പതുക്കെ അതിൻ്റെ നെക്ക് എന്ത് ചെയ്യാണ്, സ്ട്രെച്ച് ചെയ്യാണ്, മേലേക്ക് സ്ട്രെച്ച് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്, മരങ്ങളിലുള്ള ലീവ്സൊക്കെ കഴിക്കാൻ, ബ്രാഞ്ചസിലുള്ള ലീവ്സൊക്കെ കഴിക്കാൻ വേണ്ടി പതുക്കെ കഴുത്ത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു. അങ്ങനെ അവരുടെ കഴുത്ത് ഇലോങ്ങേറ്റ് ചെയ്തു, നീളം വെച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നീളം വെക്കുക മാത്രമല്ല, ആ നീളം വെച്ച് അടുത്ത ജനറേഷനിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ പിന്നെ ഉണ്ടായ ജിറാഫൊക്കെ എങ്ങനെയാണ്, ലോങ് നെക്കുള്ള ജിറാഫ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കി നോക്കാം. അക്വയർഡ് ക്യാരക്ടേഴ്സ് വേർ ട്രാൻസ്മിറ്റഡ് ത്രൂ ജനറേഷൻ ലീഡിങ് ടു ദ എമർജൻസ് ഓഫ് ജിറാഫ് വിത്ത് ലോങ്ങർ നെക്സ്. അക്വേർഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആദ്യം ജിറാഫിന് ഷോർട്ട് നെക്കാന്ന് പറഞ്ഞു അല്ലേ. ഒരു ജീവി അതിൻ്റെ ലൈഫ് ടൈമിൽ നേടിയെടുക്കുന്ന ക്യാരക്ടർ, അതായത് അക്വയർ ചെയ്യുന്ന ക്യാരക്ടറാണ് അക്വേർഡ് ക്യാരക്ടർ. ഇവിടെ നോക്കി നോക്കുക, ആദ്യത്തെ ജിറാഫിന് ഷോർട്ട് നെക്കായിരുന്നു. അതതിൻ്റെ ജീവിതകാലത്ത് നേടിയെടുത്ത ക്യാരക്ടറാണ് എന്ത്, ആ നീളം കൂടിയ കഴുത്ത് അല്ലേ, അതാണ് അക്വേർഡ് ക്യാരക്ടർ. ആ അക്വേർഡ് ക്യാരക്ടർ എന്ത് ചെയ്യണം, അടുത്ത ജനറേഷനിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ പിന്നീടുണ്ടായ ജിറാഫൊക്കെ എങ്ങനെയാണ്, നീളം കൂടിയ കഴുത്തുള്ള ജിറാഫ് ആയി. ഇതാണ് ആര് പറഞ്ഞത്, ലാമാർക്ക് പറഞ്ഞത് അല്ലേ. നമുക്കിത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അക്സെപ്റ്റ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക് വേൾഡ് ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ എക്സാമിന് ചോദിക്കും, എന്തുകൊണ്ടാണ് ലാമാർക്സിൻ്റെ ഐഡിയാസ് സയൻറ്റിഫിക് വേൾഡ് അക്സെപ്റ്റ് ചെയ്യാതിരുന്നത് ചോദിക്കും കേട്ടോ. അതായത് അക്വയർഡ് ക്യാരക്ടേഴ്സ് ആർ നോട്ട് ഇൻഹെറിറ്റഡ്. നേരത്തെ നമുക്ക് ഇത്ര എഴുതിയാൽ മതിയായിരുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സയൻറ്റിഫിക് വേൾഡ് ലാമാർക്കിൻ്റെ ഐഡിയാസ് റിജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര എഴുതിയാൽ മതിയായിരുന്നു, അക്വയർഡ് ക്യാരക്ടേഴ്സ് ആർ നോട്ട് ഇൻഹെറിറ്റഡ്. അക്വയർഡ് ക്യാരക്ടേഴ്സ് തലമുറയായിട്ട് പോവില്ല, അത്ര എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മൊത്തം എഴുതാം കേട്ടോ. ലേറ്റർ സയൻറ്റിസ്റ്റ് പ്രൂവ്ഡ് ദാറ്റ് അക്വയർഡ് ക്യാരക്ടർ ഡു നോട്ട് ഇമ്പാർട്ട് ചേഞ്ച് ഇൻ ദ ജനറ്റിക് സ്ട്രക്ചർ ഓഫ് ഓർഗാനിസം. അതായത് അക്വയർഡ് ക്യാരക്ടർ ഒരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് സ്ട്രക്ചറിൽ ഒരു ചേഞ്ചും വരുത്തില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, ആർ നോട്ട് ഇൻഹെറിറ്റഡ്. അപ്പോൾ ഇത്രയും എഴുതണം കേട്ടോ. ഇത്രയും എഴുതിക്കാൻ നമുക്ക് ഒരു മാർക്ക് ഉറപ്പാണ്. ആദ്യം ചോദിക്കുന്നത് ജിറാഫിൻ്റെ ചിത്രം തരും, എന്നിട്ട് ഏത് തിയറിയാണ് ചോദിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ലാമാർക്കിസ് എന്ന് പറയും. അതിൻ്റെ പ്രൊപ്പോണൻ്റ് ആരാ പറയും. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് സയൻറ്റിഫിക് വേൾഡ് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ നമുക്കിത് എഴുതിയാൽ മതി, അക്വയർഡ് ക്യാരക്ടർ ഒരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് സ്ട്രക്ചറിൽ ഒരു ചേഞ്ചും വരത്തില്ല. അതുകൊണ്ട് തന്നെ ദേ ആർ നോട്ട് ഇൻഹെറിറ്റഡ്. ഇത്രയും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 3 or 4 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കൂടി ഡിസ്കസ് ചെയ്യാം. കാരണം ബയോളജി എക്സാമിന് പറയുമ്പോൾ എസ്സേ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, കൂടുതലും സബ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ABC പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നല്ല രീതിയിൽ വായിക്കണം. ടെക്സ്റ്റിൻ്റെ പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, പക്ഷേ എഡേന്ന് വരെ ചോദിക്കാം. അപ്പോൾ ടെക്സ്റ്റ് നിങ്ങൾ നന്നായിട്ട് വായിക്കുക കേട്ടോ, മുക്കും മൂലയും അത്രയും നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടുണ്ടാവണം. ഇൻഡിക്കേറ്റേഴ്സിലെ ആദ്യത്തെ ചോദ്യം, ചേഞ്ച് ഇൻ എൻവിറോൺമെൻറ്റ്. എൻവിറോൺമെൻറ്റിൽ എന്ത് ചേഞ്ചാണ് വന്നത്? എന്താ വന്നത്? ഫുഡ് സ്കേഴ്സിറ്റി, ഭക്ഷ്യദൗർലഭ്യം നേരിട്ടു. ഭക്ഷ്യദൗർലഭ്യം നേരിട്ടപ്പോൾ ജിറാഫ്സ് എന്ത് ചെയ്തു? അവരുടെ നെക്ക് എന്ത് ചെയ്യാണ്, സ്ട്രെച്ച് ചെയ്യുകയാണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? മരങ്ങളിലുള്ള ലീവ്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ നോക്കാം. സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് ലേഡ് ജിറാഫ്സ് ടു സ്ട്രെച്ച് ദെയർ നെക്ക് ടു റീച്ച് ഹയർ ബ്രാഞ്ചസ്. ഫുഡിൻ്റെ സ്കേഴ്സിറ്റി വന്നപ്പോൾ ജിറാഫ് എന്ത് ചെയ്യാണ്, അവരുടെ നെക്സ് സ്ട്രെച്ച് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈ ബ്രാഞ്ചസിലൊക്കെ എത്താൻ വേണ്ടിയിട്ട്, നല്ല അവിടുത്തെ ഇലകളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ആദ്യത്തെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർമേഷൻ ഓഫ് അക്വേർഡ് ക്യാരക്ടർ. എന്ത് അക്വേർഡ് ക്യാരക്ടറാണ് ഇവിടെ ഫോം ചെയ്തത്? നമ്മൾ നേരത്തെ പറഞ്ഞു, അക്വേർഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസം അതിൻ്റെ ലൈഫ് ടൈമിൽ അക്വയർ ചെയ്യുന്ന ക്യാരക്ടറാണ്. ഇവിടെ ജിറാഫ് അക്വയർ ചെയ്ത ക്യാരക്ടർ എന്താണ്? ലോങ് നെക്കാണ് അല്ലേ. കാരണം അവർ ഫുഡ് സ്കേഴ്സിറ്റി വന്നപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ നെക്ക് സ്ട്രെച്ച് ചെയ്തു. അങ്ങനെ ലോങ് നെക്ക് വന്നു. അപ്പോൾ അതാണ് ഇവിടെ എഴുതുക. എങ്ങനെ എഴുതുക നോക്കാം. ലോങ് നെക്സ് ഡെവലപ്ഡ് ഓവർ ടൈം ഡ്യൂ ടു കണ്ടിന്യൂസ് സ്ട്രെച്ചിങ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെച്ചിങ് മൂലം പതുക്കെ സമയം എടുത്തിട്ട് ലോങ് നെക്ക് ഡെവലപ്പ് ചെയ്തെന്നാണ് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ. ഈ അക്വേർഡ് ക്യാരക്ടറിൻ്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് നോക്കാം. അതെന്താണ്? അടുത്ത തലമുറയിലേക്ക് പോവുകയും ചെയ്യും. പിന്നെയുള്ള ജിറാഫൊക്കെ എങ്ങനെയാണ്? ലോങ് നെക്കുള്ള ജിറാഫാണ്. അപ്പോൾ അതെങ്ങനെ എഴുതുക? ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഈ അക്വേർഡ് ലോങ്ങർ നെക്ക്, ഈ ലോങ്ങർ നെക്കാണല്ലോ അക്വേർഡ് ക്യാരക്ടർ, അത് നെക്സ്റ്റ് ജനറേഷനിൽ പോകും. പിന്നെ വരുന്നൊക്കെ ലോങ് നെക്കുള്ള ജിറാഫാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സർവൈവൽ ഓഫ് ജിറാഫ് വിത്ത് ലോങ്ങർ ആൻഡ് ഷോർട്ടർ നെക്സ് ഇൻ എ ചേഞ്ച്ഡ് എൻവയോൺമെൻറ്റ്. ചേഞ്ച്ഡ് എൻവയോൺമെൻറ്റിൽ ലോങ് നെക്കുള്ള ജിറാഫും ഷോർട്ട് നെക്കുള്ള ജിറാഫിനെയും സർവൈവൽ എങ്ങനെയാണ്? ലോങ് നെക്കുള്ള ജിറാഫ് സർവൈവ് ചെയ്യും, മറ്റേ നശിച്ചു പോവുക ചെയ്യുക അല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതാൻ നോക്കാം.
ജിറാഫ്സ് വിത്ത് ലോങ്ങർ നെക്ക് സർവൈവ്ഡ് ബെറ്റർ ഇൻ ചേഞ്ച്ഡ് എൻവറോൺമെൻറ്റ്. അതായത് ചേഞ്ച് ചെയ്ത എൻവറോൺമെൻറ്റിൽ ലോങ് നെക്കുള്ള ജിറാഫ് സർവൈവ് ചെയ്യും. ഷോർട്ട് നെക്ക്ഡ് വൺസ് ഗ്രാജുവലി പെറിഷ്ഡ്. അതായത് ഷോർട്ട് നെക്കുള്ളത് പതുക്കെ പതുക്കെ എന്താണ് നശിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ലാമാർക്കിസവുമായിട്ട് ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് നമുക്ക് ഡാർവിനിസം നോക്കാം. ഡാർവിനിസം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വേണ്ട സയൻറ്റിസ്റ്റാണ് ഇത് ചാൾസ് ഡാർവിൻ. സൈഡിൽ കണ്ട ചിത്രം ഇതാണ് ചാൾസ് ഡാർവിൻ. ഈ ഡാർവിനിസം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഡാർവിനിസം എന്ന് കേട്ടാലും തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് കേട്ടാലും നമുക്ക് ഓർമ്മ വരേണ്ട ആളാണ് ആര്? ചാൾസ് ഡാർവിൻ. The English naturalist Charles Darwin's theory of natural selection or Darwinism marked the foundation for the perspectives of modern evolution. മോഡേൺ എവല്യൂഷൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ നൽകിയതാണ് ഇത് ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ ഡാർവിനിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചാൾസ് റോബർട്ട് ഡാർവിൻ, അതായത് ചാൾസ് ഡാർവിൻ്റെ ഫുൾ നെയിമാണ് എന്ത്? ചാൾസ് റോബർട്ട് ഡാർവിൻ. Charles Darwin was born on 12th February 1809 at Shrewsbury, England. ഇംഗ്ലണ്ടിലെ ഷ്രൂബറി എന്ന സ്ഥലത്ത് 1809 ഫെബ്രുവരി 12-നാണ് ആര് ജനിച്ചത്? ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഇൻടു എ ഫാമിലി ഓഫ് വെൽ എഡ്യൂക്കേറ്റഡ് ബാക്ക്ഗ്രൗണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അതായത് വെൽ എഡ്യൂക്കേറ്റഡ് ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ഫാമിലിയിലാണ് ആര് ജനിച്ചത്? ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഡാർവിൻ ഹാഡ് കംപ്ലീറ്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ ആസ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. എങ്കിൽ കൂടിയും ഡാർവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടാണ്. അതായത് വലിയ പഠിപ്പിച്ചൊന്നുമല്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഹൗവർ ഹി ഹാഡ് ഷോൺ ഇൻറ്റൻസ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റഡി ഓഫ് നേച്ചർ. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് സ്റ്റഡി ഓഫ് നേച്ചറിനെ കുറിച്ച് പഠിക്കുന്നതിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻ 1831 അറ്റ് ദ ഏജ് ഓഫ് 22, അതായത് 1833 അദ്ദേഹത്തിൻ്റെ 22ാമത്തെ വയസ്സിൽ ഹി എംപാർക്കഡ് ഓൺ എ 5-year വോയേജ് ഓൺ ദ ഷിപ്പ് HMS ബീഗിൾ. അദ്ദേഹം ഒരു 5 വർഷത്തെ യാത്ര പോവുകയാണ്. ഏത് ഷിപ്പിലാണ്? HMS ബീഗിൾ എന്ന ഷിപ്പിൽ പോവുകയാണ്. ഫോർ കാർട്ടോഗ്രഫിക്കൽ പർപ്പസ്. അതായത് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ കോസ്റ്റൽ ഏരിയാസിൻ്റെയൊക്കെ മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സംഘത്തെ വിട്ടിരുന്നു. അവരുടെ കൂടെയാണ് ആര് പോയത്? ചാൾസ് റോബർട്ട് ഡാർവിൻ യാത്ര പുറപ്പെട്ടത്. ഡ്യൂറിങ് ദിസ് വോയേജ് ഡാർവിൻ എക്സ്പ്ലോർഡ് ഏരിയാസ് ഇൻക്ലൂഡിങ് സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ ആൻഡ് ഗാലപ്പഗോസ് ഐലൻഡ്. അപ്പോൾ ഈ യാത്രയിൽ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്ത ഏരിയാസാണ് സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ ആൻഡ് ഗാലപ്പഗോസ് ഐലൻഡ്. He had meticulously observed and documented the diversity of flora and fauna there. അദ്ദേഹം യാത്ര പോകുമ്പോൾ വെറുതെ പോവല്ല, അവിടെ കണ്ട ഓരോ ഫ്ലോറയാണെങ്കിലും ഫൗണയാണെങ്കിലും ഒബ്സേർവ് ചെയ്യുക മാത്രമല്ല അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് എഴുതി സൂക്ഷിച്ചിരുന്നു. റിട്ടേണിംഗ് ടു ഇംഗ്ലണ്ട് ഇൻ 1836, 1834 തിരിച്ചു വന്നു. അതായത് 31 പോയി 34 അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്നു. ഡാർവിൻ അനലൈസ്ഡ് ദ സ്പെസിമെൻസ് ആൻഡ് ഒബ്സർവേഷൻസ് ഹി ഹാഡ് മെയ്ഡ് ആൻഡ് ഡീപ്ലി സ്റ്റഡീഡ് ദം ബൈ കറസ്പോണ്ടൻസ് വിത്ത് അതർ സയൻറ്റിഫിക് ത്രൂ ലെറ്റർ. അദ്ദേഹം വരാനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? എന്ത് സാധനങ്ങളായിരുന്നു? അദ്ദേഹം കണ്ടെത്തിയ ഇൻഫർമേഷൻസാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഇൻഫർമേഷൻ ഉണ്ട്, ഞാൻ ഇന്നൊരു ബുക്ക് അങ്ങോട്ട് പബ്ലിഷ് ചെയ്യുകയാണ് പറഞ്ഞിട്ട് അപ്പം തന്നെ എടുത്ത് ചാടി ചെയ്തോ? ഇല്ല, അദ്ദേഹം കളക്ട് ചെയ്ത ഡാറ്റാസ് നല്ല രീതിയിൽ അനലൈസ് ചെയ്തു. അതിനുശേഷം പല സയൻറ്റിസ്റ്റ് അവരുമായിട്ട് ലെറ്റേഴ്സ് വഴി കോൺടാക്ട് ചെയ്തിട്ട് ഫർദർ സ്റ്റഡീസ് നടത്തുകയാണ്. അങ്ങനെ സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കാൻ നേരത്ത് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ് തോമസ് മാൽത്തൂസ്. ചിലപ്പോൾ ചോദിക്കും ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് ചോദിക്കും. അപ്പോൾ തോമസ് മാൽത്തൂസ് എന്ന് പറയാം. ആൻ ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ്. അദ്ദേഹം എക്കണോമിസ്റ്റും ഡെമോഗ്രഫറുമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും നാച്ചുറലിസ്റ്റ് ആണെന്ന്. അല്ല, തോമസ് മാൽത്തൂസ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കേട്ടോ, എക്കണോമിസ്റ്റ് ആണ്. ആർഗ്യൂഡ് ദാറ്റ് ഈവൻ ദ ഹ്യൂമൻ പോപ്പുലേഷൻ ഗ്രോ റാപ്പിഡ്ലി ഫുഡ് പ്രൊഡക്ഷൻ വിൽ നോട്ട് ഇൻക്രീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദാറ്റ് ഇറ്റ് മേ ലീഡ് ടു പ്രോബ്ലംസ് സച്ച് ആസ് പോവർട്ടി, ഡിസീസ് ആൻഡ് വാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പോപ്പുലേഷൻ, ഹ്യൂമൻ്റെ പോപ്പുലേഷൻ റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക, കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് ഫുഡിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നില്ല. അപ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടുമോ? പോപ്പുലേഷൻ കൂടുകയാണ്, അവർക്കൊന്നും വേണ്ട ഭക്ഷണമല്ല. ഇതെന്തിന് കാരണമാകും? ലീഡ് ടു ദ പ്രോബ്ലം സച്ച് ആസ് പോവേർട്ടി, ഡിസീസ് ആൻഡ് വാർ. ഇതിനൊക്കെ കാരണമാകും പോവേർട്ടി, ദാരിദ്ര്യം, രോഗം, യുദ്ധം, ഇതിനൊക്കെ കാരണമാകും. അതായത് മാൽത്തൂസ് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, പോപ്പുലേഷൻ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ചിട്ട്
ഫുഡിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നില്ല. ഇതെന്തിന് കാരണമാവും? പോവേർട്ടിക്കും ഡിസീസിനും വാറിനും കാരണമാകും. ദിസ് പെർസ്പെക്റ്റീവ് ഓഫ് മാൽത്തൂസ് ഹാഡ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഡാർവിൻ ടു. ഈ ഒരു മാൽത്തൂസിൻ്റെ പെർസ്പെക്റ്റീവാണ് ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പോൾ ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ആദ്യത്തെ ആളാണ് ആര്? തോമസ് മാൽത്തൂസ്. ഇനി വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. While Darwin continued with his studies in 1858, he noticed the evolutionary studies of British naturalist Alfred Russel Wallace. അപ്പോൾ അദ്ദേഹം നോട്ടീസ് ചെയ്ത വേറൊരാളാണ് ആര്? ആൽഫ്രഡ് റസൽ വാലസ് ആണ്. അദ്ദേഹം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് നാച്ചുറലിസ്റ്റ് ആണ് കേട്ടോ, അതായത് പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. ദ പേപ്പേഴ്സ് ഓഫ് ഡാർവിൻ ആൻഡ് വാലസ് were presented at സയൻസ് കോൺഫറൻസ്. അപ്പോൾ ഡാർവിൻ്റെയും വാലസിൻ്റെയും പേപ്പേഴ്സ് എന്താണ്? സയൻസ് കോൺഫറൻസിൽ പ്രസൻറ്റ് ചെയ്തു. ഇൻ 1859 he elaborated and presented his ideas in the book on the origin of species. 1859 അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എലാബറേറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ബുക്കിൽ. ആ ബുക്കിൻ്റെ പേരാണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്കാണെന്ത്? ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. Although his observations were initially opposed by the society, as more and more evidences emerged, Darwin's theory of evolution gained widespread acceptance. ഇപ്പോൾ ഒരാൾ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നല്ലതായി പറഞ്ഞിട്ട് വേഗം എടുത്ത് സ്വീകരിക്കുമോ? ഇല്ല. ആദ്യം കുറച്ച് പേരൊക്കെ എന്താണ്, സയൻറ്റിഫിക് സൊസൈറ്റി ഒപ്പോസ് ചെയ്തു. പക്ഷേ എന്താണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് മോർ ആൻഡ് മോർ എവിഡൻസ് എമർജ് ചെയ്തു. ഒരുപാട് എവിഡൻസ് ഉണ്ടായിരുന്നു. വെറുതെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യല്ല, അദ്ദേഹത്തിൻ്റെ തെളിവുകൾ ഉണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ വൈഡ് സ്പ്രെഡ് അക്സെപ്റ്റൻസ് കിട്ടി. ലോകം മൊത്തം എന്താണ്, അക്സെപ്റ്റ് ചെയ്തു. Darwin's theory of evolution is one among the most influential scientific ideas in the world. വേൾഡിൽ തന്നെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സയൻറ്റിഫിക് ഐഡിയ ആണ് എന്ത്? ഡാർവിൻ്റെ തിയറി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ ഫീൽഡ് സച്ച് ആസ് മെഡിസിൻ, അഗ്രികൾച്ചർ ആൻഡ് എൻവറോൺമെൻറ്റൽ സയൻസ് അപ്പാർട്ട് ഫ്രം ബയോളജി. ഇദ്ദേഹത്തിൻ്റെ ഈ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ബയോളജിയിൽ മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുക. മെഡിസിൻ ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും എൻവറോൺമെൻറ്റൽ സയൻസിലൊക്കെ എന്താണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡാർവിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഡാർവിൻ്റെ തിയറിയാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ ഡാർവിനിസം. അദ്ദേഹത്തിൻ്റെ 22ാമത്തെ വയസ്സിൽ HMS ബീഗിൾ എന്ന ഷിപ്പിൽ എന്താണ് അദ്ദേഹം ഒരു യാത്ര നടത്തി. സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ ആൻഡ് ഗാലപ്പഗോസ് ഐലൻഡ്. അതിൽ ഗാലപ്പഗോസ് ഐലൻഡ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അവിടുത്തെ സ്റ്റഡീസൊക്കെ നടത്തി. അതിനുശേഷം അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത 2 സയൻറ്റിസ്റ്റാണ് തോമസ് മാൽത്തൂസും ആൽഫ്രഡ് റസലും. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തലൊക്കെ ഒരു ബുക്കിൽ പബ്ലിഷ് ചെയ്തു. ആ ബുക്കിൻ്റെ പേരാണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ സയൻറ്റിഫിക് വേൾഡ് എന്താണ് അക്സെപ്റ്റ് ചെയ്തു. എന്നാൽ ലാമാർക്കിനെ അക്സെപ്റ്റ് ചെയ്തിരുന്നോ? ഇല്ല. അത് നമുക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. പിന്നെ സയൻറ്റിഫിക് വേൾഡ് അക്സെപ്റ്റ് ചെയ്യുമോ? അപ്പോൾ വൈഡ്ലി അക്സെപ്റ്റ് ചെയ്ത തിയറിയാണ് ഇത് ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ ഡാർവിനിസം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചാൾസ് ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത 2 സയൻറ്റിസ്റ്റാണ് തോമസ് മാൽത്തൂസും ആൽഫ്രഡ് റസൽ വാലസും അല്ലേ. അതുപോലെ ഡാർവിനെ അട്രാക്റ്റ് ചെയ്തൊരു ജീവിയാണ് ഫിഞ്ചസ്. അതായത് ഗാലപ്പഗോസ് ഐലൻഡിൽ പോയപ്പോൾ അവിടെ ഫിഞ്ചസിനെ കണ്ടു, കുരുവിനെ കണ്ടു കേട്ടോ. അവരുടെയൊക്കെ ബീക്സിലെ ഡൈവേഴ്സിറ്റി, അതായത് അതിൻ്റെ കൊക്കിലുള്ള വൈവിധ്യമാണ് എന്ത് ഡാർവിനെ അട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ ഗാലപ്പഗോസ് ഐലൻഡിൽ പോയപ്പോൾ ഡാർവിനെ അട്രാക്റ്റ് ചെയ്തത് എന്താണ്? ഫിഞ്ചസിൻ്റെ ബീക്സിലുള്ള ഡൈവേഴ്സിറ്റിയാണ്. ഇതെന്താണ് ആ തിയറിയൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൾസ് ഡാർവിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ചിത്രം നോക്കി നോക്കുക. ഒരു ആൻസെസ്റ്റർ ഫിഞ്ചുണ്ട്, പൊതുപൂർവികനായിട്ടുള്ളൊരു ഫിഞ്ചുണ്ട്. കൂടാതെ എന്താണ് സീഡ് ഈറ്റിംഗ് ഫിഞ്ചുണ്ട്, കാക്ടസ് ഈറ്റേഴ്സ് ഉണ്ട്, ഇൻസെക്ട് ഈറ്റേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ കൊക്കിൽ വ്യത്യാസമുണ്ട്, ബീക്സിൽ എന്താണ് വ്യത്യാസമുണ്ട്. അവരെന്ത് ഫുഡാണോ കഴിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കൊക്കാണ് ആർക്കുള്ളത്? ആ ഫിഞ്ചസിനുള്ളത്. അപ്പോൾ ഫിഞ്ചസ് അല്ലെങ്കിൽ കുരുവി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട ആരെയാണ്? ചാൾസ് ഡാർവിനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജിറാഫ് എന്ന് കേൾക്കുമ്പോൾ ആരും ഓർമ്മ വരണം? ലാമാർക്കിന് ഓർമ്മ വരണം. അതുപോലെ ഫിഞ്ചസ് എന്ന് കേൾക്കുമ്പോൾ ആരും ഓർമ്മ വരണം? ചാൾസ് ഡാർവിനെ ഓർമ്മ വരണം. There are about 14 different species of finches in the Galapagos archipelago. അതായത് ഗാലപ്പഗോസ് ഐലൻഡിൽ ഏകദേശം 14 ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ഫിഞ്ചസ് ഉണ്ട്. ഗ്രൗണ്ട് ഫിഞ്ച്, കാക്ടസ് ഫിഞ്ച്, ട്രീ ഫിഞ്ചസ്, അതൊക്കെ അതിൽ ചിലതാണ് കേട്ടോ. ഓഫ് ദീസ് ഗ്രൗണ്ട് ഫിഞ്ചസ് ആർ സീഡ് ഈറ്റേഴ്സ്. ഇതിൽ ഗ്രൗണ്ട് ഫിഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സീഡ് ഈറ്റേഴ്സും ആണ്, ഗ്രൗണ്ട് ഡ്വെല്ലേഴ്സും ആണ്. അവർ ഗ്രൗണ്ടിലാണ് താമസിക്കുക, എന്നിട്ട് എന്ത് കഴിക്കും? സീഡ്സൊക്കെ കഴിക്കും. വേറാസ് കാക്ടസ് ഫിഞ്ചസ് ഇൻഹിബിറ്റ് ഓൺ കാറ്റ് ആൻഡ് ഈറ്റ് സീഡ്സ്. കാക്ടസ് ഫിഞ്ചസ് എവിടെയാണ് താമസിക്കുക? കാക്ടസ് പ്ലാന്റിൽ താമസിക്കും. അവരെന്താണ്? സീഡ് കഴിക്കുന്നവരുണ്ട്. ഇനി ട്രീ ഫിഞ്ചസ് വിച്ച് ഷെൽട്ടർ ഇൻ ട്രീസ് ആർ ഇൻസെക്ടിവോറസ്. ട്രീ ഫിഞ്ചസ് എന്താണ്? ട്രീസിലാണ് താമസിക്കുക, പക്ഷെ അവരെന്താ കഴിക്കുന്നത്? ഇൻസെക്ടിവോറസ് പറയുമ്പോൾ ഇൻസെക്ട്സിനെ ഒക്കെയാണ് കഴിക്കുക. ദ
ദീസ് സ്പീഷീസ് എക്സിബിറ്റ് ഈസ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ ബീക്ക്. അപ്പോൾ ഇവരുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ഷേപ്പിലും ബീക്കിൻ്റെ ഷേപ്പിലും സൈസിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഡാർവിനെ അട്രാക്റ്റ് ചെയ്ത് എന്താണ്? ഫിഞ്ചസ് മാത്രമല്ല, ഫിഞ്ചസിൻ്റെ ബീക്കിൻ്റെ ഷേപ്പിലും സൈസിലുള്ള ഡിഫറൻസ് ആണ്. ദ ബീക്സ് ഓഫ് മീഡിയം സൈസ്ഡ് സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് ലാർജ് സീഡ് ഈറ്റിംഗ് ആൻഡ് ഇൻസെക്ട് ഈറ്റിംഗ് വൺ. അതായത് ഇപ്പോൾ നമുക്ക് നോക്കാം, മീഡിയം സൈസ്ഡ് സീഡ് ഈറ്റിംഗ് ഫിഞ്ചുണ്ട്. അതിൻ്റെ ബീക്ക് എന്ന് പറയുന്നത് ലാർജ് സീഡ് ഈറ്റിംഗ് ഫിഞ്ചിൻ്റെയും അതുപോലെ ഇൻസെക്ട് ഈറ്റിംഗ് ഫിഞ്ചിൻ്റെയും ബീക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. ദ ബീക്സ് ആർ ദെയർ മെയിൻ മീൻസ് ടു ഒബ്റ്റെയിൻ ഫുഡ്. ആ ബീക്കാണ് എന്ത്? അവർക്ക് ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുന്ന മെയിൻ മീൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കൊക്കിനനുസരിച്ചിട്ടുള്ള ഫുഡാണ് അവർ കഴിക്കുന്നത്. ബേർഡ്സ് വിത്ത് ബീക്സ് ഓർ സ്യൂട്ടബിൾ ഷേപ്പ് ഓർ സൈസ് ഡിപ്പെൻഡിങ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ് റിസോഴ്സ് ഇൻ ദ എൻവിറോൺമെൻറ്റ്. എൻവിറോൺമെൻറ്റിൽ ഏത് തരത്തിലുള്ള ഫുഡ് റിസോഴ്സാണുള്ളത് അതിൻ്റെ അവൈലബിലിറ്റിനെ അനുസരിച്ചിട്ടാണ് അവരുടെ ബീക്സ് ഉള്ളത്. വിൽ സർവൈവ് ആൻഡ് പ്രൊഡ്യൂസ് മോർ ഓസ്പ്രിങ്. അപ്പോൾ അത്തരം അഡാപ്റ്റേഷൻ ഉള്ള ബേർഡ്സ് എന്താണ്? സർവൈവ് ചെയ്യും, മറ്റേ എന്താണ്? നശിച്ചു പോകും. അപ്പോൾ നമുക്ക് ഇത്രയും ആലോചിച്ചാൽ മതി. ഇപ്പോൾ എൻവിറോൺമെൻറ്റിൽ എങ്ങനത്തെ ഫുഡാണോ ഉള്ളത് അതിനനുസരിച്ച് ബീക്സൊക്കെ ഉള്ള ബേർഡ്സ് ആണെങ്കിൽ അവർ സർവൈവ് ചെയ്യും, അവർ റീപ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ പുതിയ സന്താനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കും. എന്നാൽ ആ അഡാപ്റ്റേഷൻ ഇല്ലാത്തവരെന്താണ്? നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ആദ്യത്തെ ഡൈവേഴ്സിറ്റി ഓഫ് ഫിഞ്ചസ് ബീക്ക്. ഫിഞ്ചസിൻ്റെ ബീക്കിലെ ഡൈവേഴ്സിറ്റി എന്താണ്? അവരുടെ ഫുഡിനനുസരിച്ചിട്ടുള്ള ബീക്സാണ് അവർക്കുള്ളത് അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതുക നോക്കാം. ഫിഞ്ചസ് ഡെവലപ്പ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീക്സ് ബേസ്ഡ് ഓൺ ഫീഡിങ് ഹാബിറ്റ്. അവരുടെ ഫുഡ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീക്സ് ആണ് ഫിഞ്ചസ് ഡെവലപ്പ് ചെയ്തത്. അതായത് ലാർജ് ആവാം, സ്മാൾ ആവാം, അല്ലെങ്കിൽ കർവ്ഡ് ആവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കോസ് ഓഫ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റിക്ക് കാരണം എന്താണ്? അപ്പോൾ കോസ് ഓഫ് ഡൈവേഴ്സിറ്റി കാരണം എന്താണ്? ചേഞ്ചസ് ഇൻ എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് റിസോഴ്സസ്. എൻവിറോൺമെൻറ്റൽ കണ്ടീഷനിലുള്ള ചേഞ്ചസും ഡിഫറെൻറ്റ് ഫുഡ് റിസോഴ്സസിലുള്ള അവൈലബിലിറ്റിയാണ് എന്തിന് കാരണം? ഡൈവേഴ്സിറ്റിക്ക് കാരണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേ ഇൻ വിച്ച് ഡൈവേഴ്സിറ്റി ഇൻഫ്ലുവൻസസ് സർവൈവൽ. സർവൈവലിനെ എങ്ങനെയാണ് ഡൈവേഴ്സിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഫിഞ്ചസ് വിത്ത് ബീക്ക് സ്യൂട്ടബിൾ ഫോർ അവൈലബിൾ ഫുഡ് ഹാഡ് ബെറ്റർ ചാൻസസ് ഓഫ് സർവൈവൽ ആൻഡ് റീപ്രൊഡക്ഷൻ. അതായത് അവൈലബിൾ ഫുഡിനനുസരിച്ചിട്ടുള്ള ബീക്സ് ഉള്ള ഫിഞ്ചസ് എന്ത് ചെയ്യാണ്? അവർ സർവൈവ് ചെയ്യുകയും ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അല്ലാത്തവരെന്താണ്? നശിച്ചു പോകും. അപ്പോൾ ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്. ബാക്കിയൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. ഓക്കെ, താങ്ക് യു.